സോ ലാസ്റ്റ് വീക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് 2 വീക്സിൻ്റെ ബ്രേക്ക് ഡൗൺസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വീക്സ് നിങ്ങൾക്ക് അറിയാമായിരുന്നു നമ്മൾ ഈ ഒരു ലെവലിന് എബോ പോവുകയാണെങ്കിൽ അപ്സൈഡ് ആണ്. സോ അല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഇതേപോലെ മാർക്കറ്റിൽ ഒരു കണ്ടിന്യൂഷൻ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. യെസ്, ഇതായിരുന്നു നമ്മളുടെ പ്രോപ്പർലി ഉള്ള ഒരു പ്ലാൻ അല്ലേ. സോ ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഇതിലുള്ള ട്രേഡ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ എൻട്രി മോഡൽസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, സോ നമ്മൾ ഏതൊക്കെ ട്രേഡ്സ് ആണ് ലാസ്റ്റ് 2 വീക്സിൽ എടുത്തിട്ടുണ്ട്. അത് മാത്രമാണോ, ഓരോ വീക്സിലും മാർക്കറ്റിൽ ട്രേഡുകളുടെ കൗണ്ട് ചിലപ്പോൾ കൂടാം കുറയാം, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാവും. സോ ഇവിടെ ഈ ഒരു എൻട്രി മോഡൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന എൻട്രി മോഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. മാർക്കറ്റ് എപ്പോഴും ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇതാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ബ്രേക്ക് ഔട്ട്. സോ ഇവിടെ ഒരു പ്രോപ്പർലി ഉള്ള ബ്രേക്ക് ഔട്ട് മാർക്കറ്റിലുണ്ട്. ഓക്കെ, ഈ സിറ്റുവേഷൻസിൽ നമ്മൾ ഒന്നെങ്കിൽ എന്താണ് ഇക്വിലിബ്രിയം എൻട്രി പ്ലാൻ ചെയ്യും, ടോട്ടലി വന്നിട്ടുള്ള ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ള കണ്ടിന്യൂഷൻ. സെക്കൻഡ് എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിമാൻഡിൽ നിന്നുള്ള കണ്ടിന്യൂഷൻ. ഓക്കെ, ഈ ഒരു എൻട്രിയാണ് നമ്മൾ എന്ത് ചെയ്യാം ഇതിൻ്റെ അകത്ത് നോക്കുന്നത്. സോ ഇക്വിലിബ്രിയം എടുക്കുന്ന സിനാരിയോയിൽ അവിടെ നിന്ന് മാർക്കറ്റ് പുഷ് ചെയ്യേണ്ട കണ്ടീഷൻ, ഇവിടെ എന്തെങ്കിലും ഓർഡർ ബ്ലോക്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള പുഷ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഇക്വിലിബ്രിയം എൻട്രീസ് ഒഴിവാക്കും. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഈ പറയുന്ന 2 മോഡൽസിൽ ഏതെങ്കിലും മോഡലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് 2 വീക്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വീക്സ് ബെറ്റർ ആയിരുന്നു. സെക്കൻഡ് വീക്സ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് വീക്കായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണ് ഇവിടെ എക്സിക്യൂഷൻ എന്നുള്ളത്, നമ്മുടെ അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായ പ്ലാൻ 15th നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായ പ്രകാരം ഇതിന് എബോ പോവുകയാണെങ്കിൽ ബുള്ളിഷും, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡൗൺ സൈഡാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രേഡ്സ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, മെജോറിറ്റി കൂടുതൽ ട്രേഡ്സ് നമ്മൾ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടത് ഒരു ബയാസാണ്. ബയാസിലേക്ക് മാത്രം വേണം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എന്തായാലും ബ്രേക്ക് ഡൗൺ വീഡിയോസിലേക്ക് വരാം. വാ. സോ ഫസ്റ്റ് നമുക്ക് ഈ 2 വീക്സിൻ്റെ ബ്രേക്ക് ഡൗൺസിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനുശേഷം പ്രോപ്പറായിട്ട് നമുക്ക് നമ്മളുടെ അനാലിസിസ് നെക്സ്റ്റ് വീക്സിലേക്കുള്ള അനാലിസിസിലേക്ക് പോകും. സോ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളുടെ 16th നമുക്ക് വരാം. സോ ഇതായിരുന്നു നമ്മളുടെ വീക്കിൽ ഫസ്റ്റ് ഡേ. സോ ഇവിടെ നമ്മൾ പ്രോപ്പർലി നിങ്ങൾക്ക് അറിയാം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പ്ലാൻ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങടാ ഈ ഒരു ലെവലിലേക്കാണ് നമ്മുടെ എക്സിക്യൂഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രോപ്പർലി മാർക്കറ്റ് എന്ത് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, LTF കൺഫർമേഷൻ ടു ഡൗൺ സൈഡ്. സോ എഗെയിൻ നമ്മൾ അവിടെ എന്ത് ചെയ്തു, ഒരു എൻട്രി പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർലി നമുക്ക് എന്ത് ചെയ്തു, ടാർഗറ്റിലേക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺ ടൈം നിങ്ങൾക്ക് നോക്കാം. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ടൈം വെച്ച് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇത് ഏകദേശം 10:10 നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. യെസ്, നല്ലൊരു ട്രേഡ് ആയിരുന്നു ഫസ്റ്റ് ഡേ. 16th ഉണ്ടായ ട്രേഡ് ഇതാണ്. അത് പ്രോപ്പർലി നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ വെറുതെ ഒരു ട്രേഡ് മാത്രമല്ല ഞാനിവിടെ പ്ലോട്ട് ചെയ്യുന്നത്, ഇത് ഒരിക്കലും ഒരു കോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രൂപമല്ല. ഇവിടെ പ്രോപ്പർലി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൊരു സോണാണ്. പ്രോപ്പർലി നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും കണ്ടോ. എന്തുകൊണ്ടാണ് നമ്മൾ ആ ട്രേഡ് എടുക്കുന്നതിൻ്റെ റീസൺസ് എല്ലാം തന്നെ നമ്മളവിടെ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറയുന്നുണ്ട്. യെസ്, ഫൈൻ. സോ അതിനുശേഷം നമ്മൾ എഗെയിൻ 16th ട്രേഡ് കഴിഞ്ഞു, നെക്സ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. സോ നമ്മൾ സ്റ്റിൽ പ്ലാൻ ചെയ്യുന്നത് ഡൗൺ സൈഡിലേക്കുള്ള എൻട്രീസ് ആണ് മെയിൻലി നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ റിസ്ക് എൻട്രി നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് റിസ്ക് എൻട്രീസും നമ്മൾ 2 ടൈപ്പ് ഓഫ് എൻട്രീസ് ഉണ്ട്. എഗെയിൻസ്റ്റ് പോകുന്ന എൻട്രീസ് റിസ്ക് എൻട്രീസ് ആണ്. മെയിൻലി ബയാസിലേക്കുള്ള എൻട്രീസ് ആയിരിക്കും ബെറ്റർ. പക്ഷേ നമുക്ക് അവിടെ എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊരു അപ്സൈഡ്, ഇതെന്താണെന്ന് വെച്ചാൽ ടോട്ടലി ഉണ്ടായിട്ടുള്ള മൂവ്മെൻറ്റത്തിൻ്റെ ഇക്വിലിബ്രിയം കണ്ടിന്യൂഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ അത് നമുക്ക് അവിടെ എന്താക്കി, അത് നമുക്ക് പ്രോപ്പർലി ഒരു സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ഇവിടെ ലോസും ഞാൻ ഇവിടെ പ്രോഫിറ്റ് മാത്രം എടുത്ത് നിങ്ങളെ കാണിക്കില്ല, ലോസും ഇതിൽ ഉള്ളൊരു കാര്യം തന്നെയാണ്. സോ അതിൻ്റെ റീസൺ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് സോ ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള കാര്യങ്ങളൊന്ന് ഓവറോൾ നമ്മളൊന്ന് കവർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അപ്സൈഡ് പ്ലാൻ ഉണ്ടായിരുന്നു. ഫൈൻ 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 ഫൈൻ. യെസ്, ഇവിടെ പ്രോപ്പർലി നമുക്കൊരു അപ്സൈഡ് എൻട്രി ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. യെസ്, ഫൈൻ. യെസ്, എൻട്രി ടാപ്പ് ആയിട്ടുണ്ടായിരുന്നു. യെസ്, റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങളുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർലി ഇവിടെ എന്താണ് നമ്മളൊരു നല്ലൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് എക്സിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ. യെസ്, അപ്പോൾ ഇവിടെ അപ്സൈഡ് ആണ് റീസൺ, ബയാസ് ഡൗൺ സൈഡ് ആണ്. അപ്സൈഡ് എടുക്കാനുള്ള റീസൺ പ്രോപ്പർലി ഉള്ള കൺഫർമേഷൻസും കാര്യങ്ങളും ഈ എക്സിക്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ വലിയൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ വർക്കൗട്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എഗെയിൻ നമ്മൾ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അങ്ങോട്ട് വന്നില്ല. സ്റ്റിൽ
LTF കൺഫർമേഷൻ. ഇവിടെയും നമ്മൾ എന്താണ് ഒരു ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഏകദേശം ഒരു 1:1.5 റിസ്ക് റിവാർഡ് തന്നു. സ്റ്റിൽ ഫൈൻ, കുഴപ്പമില്ല. സോ ഇവിടെ പ്രോപ്പർലി നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്, സിസ്റ്റമാണ്. അപ്പോൾ അവിടെ ആ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളിത് ചെക്കൗട്ട് ചെയ്യാം. സോ ഏറ്റവും ലാസ്റ്റ് വീക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഇവിടെ പ്രോപ്പർലി നമുക്കൊരു 1:1.5 RR കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളവിടെ അതിനുശേഷം നമുക്ക് ഇതായിരുന്നു ഒരു എൻട്രി വന്നത്. സോ നല്ലൊരു എൻട്രി ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് നമ്മൾ മെയിൻലി നോക്കിയത് ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് കൂടെ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഈ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു. പക്ഷേ മാർക്കറ്റ് അതിന് മുമ്പ് തന്നെ ഈ ഒരു റിലേറ്റീവ് ഹൈ ഒക്കെ ടേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഫൈൻ, കുഴപ്പമില്ല. എന്നാലും ഇത് ഇക്ലൂറിയം ആയിരുന്നു. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ബഫർ ഇട്ടാണ് നമ്മളിവിടെ RR ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ബഫർ ഇട്ടുണ്ടായിരുന്നത്. സോ അവിടെ നമുക്ക് ഒരു 3 പോയിന്റ്സ് നമുക്ക് എൻട്രി ഇട്ടിട്ടുണ്ടായില്ല. സോ ഓവറോൾ നോക്കുമ്പോൾ എന്താണ് സിറ്റുവേഷൻ, നമ്മൾ RRലേക്കാണ് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തു. ഇതാണ് 16-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതായിരുന്നു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുതിയ ഹൈ. നമ്മൾ വെയിറ്റ് ചെയ്തത് എന്താണ്, ഇവിടെ ഒരു ബ്രേക്ക് കിട്ടാൻ വേണ്ടിയായിരുന്നു. പ്രോപ്പർലി മാർക്കറ്റ് ഡൗൺ സൈഡ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 16th നമ്മൾ ഇട്ടിട്ടുള്ള പ്ലാനിലേക്ക് ഒന്ന് വരാം. ഇവിടെ പ്രോപ്പർലി ബ്രേക്ക് ചെയ്തു. LTF കൺഫർമേഷൻ ടു ഡൗൺ സൈഡാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഈ ഒരു എൻട്രിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 16th നോക്കി അറിയാം, ബ്രേക്ക് ടെസ്റ്റ് ഡൗൺ സൈഡ്. സോ ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് നിഫ്റ്റിയിലാണ്. നമുക്ക് നിഫ്റ്റിയിലേക്ക് പോവാം. സോ നിഫ്റ്റി രാവിലെ തന്നെ എന്ത് ചെയ്തു, നമ്മൾ മെയിൻലി നമ്മുടെ പ്ലാൻ എന്താ, ഇതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാൻ. ഇങ്ങനെ ഒരു പ്ലാൻ നമുക്കുള്ളപ്പോൾ നമ്മൾ ഡൗൺ സൈഡിലേക്ക് കൺഫർമേഷൻ വേണം അല്ലേ. സോ ഫസ്റ്റ് നമ്മളിവിടെ ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് നോക്കി, പ്രോപ്പർ സ്ട്രക്ചർ അല്ലെങ്കിൽ ആരാണ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യണം, പ്രോപ്പർലി ബ്രേക്ക് ഔട്ട് തന്നു. ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ളല്ലോ. സോ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്തു. സോ ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു എക്സിക്യൂഷൻ ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ 50 to 60 എന്നുള്ള ആ ഒരു റേഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എക്സിക്യൂഷൻ നോക്കിയിട്ടുള്ളത്. കണ്ടോ. സോ ഇവിടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത കാര്യം എന്താണ്, അതിനുശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഒരു ഇമ്പൾസീവ്നെസ്, നമുക്കൊരു പ്രസൻസ് വേണം. മനസ്സിലായോ, ഡയറക്റ്റ് വന്നിട്ട് എൻട്രി ആണോ അല്ല, നമ്മളിവിടെ പ്രോപ്പർലി നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു പ്രസൻസ് ആണ്. മനസ്സിലായോ. ഇവിടെ മാർക്കറ്റ് വന്ന് ഈ ഡേ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാം. പക്ഷേ എന്താണ്, വലിയ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. സോ അവിടെ നമുക്ക് RR മെയിൻലി കിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താ നോക്കിയത്, മെയിൻലി ഇവിടെ ഒരു പ്രസൻസ് നമ്മൾ നോക്കി, ഇവിടെ ഒരു പ്രസൻസ് നോക്കി. അപ്പോൾ നമുക്ക് പ്രോപ്പർലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസ്, ഒരു FUG അല്ലേ, നല്ലൊരു സെല്ലിംഗ് പ്രഷർ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി. സോ അതുകൊണ്ട് തന്നെ നമ്മളവിടെ കണ്ടോ, ആ ഒരു സെല്ലിംഗ് സോണിലേക്കാണ് നമ്മൾ എൻട്രി പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഡിസിഷൻ നിങ്ങൾ നോക്കുക, എൻ്റയർലി നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റിൻ്റെ കറണ്ട് കണ്ടീഷൻ വെച്ചിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. വിത്ത് ബയാസ്, നമ്മളുടെ ബയാസിലേക്കാണ് നമ്മൾ നോക്കുക. സോ ഇതാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രോപ്പർലി ഒരു RR നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1:2.5 ആണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് സിമ്പിളായിട്ട് തന്നെ നമ്മളുടെ RR ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 1:3 എന്നുള്ള ട്രേഡാണ്. 1:2 എന്തായാലും നമ്മൾ എക്സിറ്റ് ചെയ്യും. 1:2.5 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മളെ സിസ്റ്റമാറ്റിക്, നമ്മൾ ഈ പറയുന്ന ടെലിഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ഓക്കെ, സോ കാരണം എന്താ ഈ ട്രേഡ് എടുക്കേണ്ട റീസൺ, ഇവിടെ പ്രോപ്പർലി സ്ട്രോങ് ലോയിനെ ബ്രേക്ക് ചെയ്തു. സോ ഇതൊരു കൺഫർമേഷനാണ്, ട്രെൻഡ് റിവേഴ്സ് ആയി. സോ ആരാ കൺട്രോൾ ചെയ്യണേ, സപ്ലൈ കൺട്രോൾ ചെയ്യുന്നു. സപ്ലൈയിലേക്ക് വന്നു. എഗെയിൻ ഇവിടെ ഡേ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തു. കൂടുതൽ ബൈങ്, നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ആര് എൻട്രി എടുക്കും, ഈ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമും ഈ ഒരു ബയാസ് അറിയില്ലാത്ത എത്രയോ ആളുകളുണ്ട് മാർക്കറ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പ്രോപ്പർലി പറയുന്ന ബയാസിലേക്ക് നിങ്ങൾ എക്സിക്യൂഷൻസ് നോക്കുക. ഇത് നല്ലൊരു എൻട്രി മോഡലായിരുന്നു. നമ്മളിവിടെ നോക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ പ്രോപ്പർലി ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ല്, എന്തെങ്കിലും ഒരു നല്ല അഗ്രസീവ് ആയിട്ടുള്ള സെല്ല് ഉണ്ടെങ്കിൽ ആ സെല്ലിൽ നിന്നാണ് നമ്മൾ എക്സിക്യൂഷൻ ഡൗൺ സൈഡിലേക്ക് നോക്കിയിട്ടുള്ളത്. സോ ഇതാണ് കറൻ്റ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എൻട്രി എന്ന് പറഞ്ഞാൽ നല്ലൊരു എൻട്രി മോഡലാണെന്ന് വെച്ചാൽ സിമ്പിൾ. ബ്രേക്ക് ഔട്ട് ഉണ്ടാവുമ്പോഴും ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കാനുള്ള റീസൺ ഇതാണ് പ്ലാൻ. മനസ്സിലാവും, ഈ പ്ലാൻ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഫോക്കസ് ചെയ്തു. അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടോ, യെസ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടെ എൻട്രി എടുത്താലോ സ്റ്റോപ്പ് ലോസ്, കാരണം നമ്മുടെ ബയസ് ഡൗൺ സൈഡാണ്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതിനൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാം, താഴെ ലിങ്ക് ഉണ്ട്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് വരാം. സോ നല്ലൊരു എക്സിക്യൂഷൻ ആയിരുന്നു ഈ ഒരു കണ്ടീഷനിൽ. അഗെയിൻ 15 മിനിറ്റിൽ പ്രോപ്പർലി മാർക്കറ്റ് എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഓക്കെ, സോ ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഫൈൻ, പ്രോപ്പറായിട്ട് മാർക്കറ്റ് അഗെയിൻ ഒരു കണ്ടിന്യൂഷൻ ആണ്. അതിനുശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ്. ഇവിടെ നോക്കിക്കേ നിങ്ങൾ,
പ്രോപ്പർലി സ്ട്രക്ചർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലോ 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 ഹൈ, അഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യണം. നല്ലൊരു റേഞ്ചാണ്. അതിനുശേഷം മാർക്കറ്റ് ഫൈൻ, മാർക്കറ്റ് ഇപ്പോൾ അപ്പ് സൈഡിലേക്ക് പുഷ് ചെയ്തതായിട്ട് കാണാം അല്ലേ. സോ ഇവിടെ എന്താ സിറ്റുവേഷൻ, ഇവിടെ നമുക്ക് പ്രോപ്പർലി ഡൗൺ സൈഡിലേക്കുള്ള എൻട്രീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഇനി അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി മാർക്കറ്റ് എന്ത് ചെയ്യും. ഇപ്പോൾ മാർക്കറ്റ് കറന്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇതാണ് സിറ്റുവേഷൻ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവണം ഹോസ്റ്റ്. നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ കേസിലേക്ക് വരാം, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരാം. ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട മേജറായിട്ട് മാർക്കറ്റ് എന്ത് സിറ്റുവേഷനിലാണ്, ആരാണ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യണേ. ഇവിടെ നിഫ്റ്റി ഡെയിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ പ്രോപ്പറായിട്ടുള്ള സെല്ല് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സപ്ലൈ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ ആണ്. കാരണം എന്താ, ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ സപ്ലൈ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു സപ്ലൈ ആണെങ്കിൽ എഗെയിൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഈ സെല്ലിങ് കണ്ടിന്യൂ ചെയ്താലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ എന്താണ്, കണ്ടിന്യൂ ചെയ്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ പിന്നെ വേറൊരു കേസ്, ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് ഒരു സിംഗിൾ ഡേയിൽ ഉണ്ടായി അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, പ്രോപ്പർലി ഉള്ള ഇംപാലൻസ് മാർക്കറ്റിലുണ്ട്. സോ ഇംപാലൻസസ് ഒക്കെ മാർക്കറ്റ് ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും എന്താ ചെയ്യുക, അവർക്ക് ഓർഡേഴ്സ് മാർക്കറ്റിൽ ഉണ്ടെങ്കിലാണ് അവർക്ക് അവിടെ വന്ന് പോകാൻ പറ്റുള്ളൂ അല്ലേ. ലിക്വിഡിറ്റീസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ലിക്വിഡിറ്റി ഒന്നുമില്ല, കാരണം ഇവിടെ ഓർഡേഴ്സ് ഒന്നുമില്ല. സോ അവിടെ മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എഗെയിൻ കണ്ടിന്യൂഷൻ ഉണ്ടാവാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് സംഭവിച്ചത്. എഗെയിൻ മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ പ്രോപ്പർലി കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ട്രെൻഡ് റിവേഴ്സലാണോ, യെസ് ഫൈൻ, ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. എഗെയിൻ മാർക്കറ്റിൽ ഇനി എന്ത് സംഭവിക്കാം, ഈ കാര്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ എടുക്കുന്ന ബയാസ്. ക്ലിയർ, ഫൈൻ. ഇപ്പം എല്ലാവരും നമ്മൾ ഡെയിലി പ്ലാൻ പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഡെയിലി നമ്മളുടെ ടാർഗറ്റ്. സോ നാളെയോ മറ്റന്നാളോ എത്താന്നല്ല. സോ ഇതാണ് നമ്മളുടെ ബയാസ്. ഇതിലേക്ക് നിങ്ങൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം. അപ്പ് സൈഡിലേക്കുള്ള പ്ലാൻസിന് മാത്രം നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുക. കുറേ ട്രേഡ്സ് എടുക്കുന്നതിൽ കാര്യമില്ല. ഹൈ പ്രോബബിലിറ്റി അല്ലെങ്കിൽ നല്ല കൺഫർമേഷനുള്ള നല്ല ഡയറക്ഷനിലേക്ക് മാത്രം ട്രേഡ്സ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, എന്നിട്ട് കാര്യങ്ങളിൽ എന്ത് ചെയ്തേക്കാം. ഓക്കെ, ഇനി നമുക്കിത് അപ്പ് സൈഡിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർലി നിങ്ങൾ ആലോചിക്കുക, ഇത് ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, പക്ഷേ 15 മിനിറ്റ് മാർക്കറ്റിൽ എങ്ങനെയാണ് മൂവ് ചെയ്യാം, ഈ രീതിയിലാണ് മൂവ് ചെയ്തിട്ടുള്ളത്. സോ ഇവൻ ഇവിടെ എന്ത് ചെയ്യണം, ഇതിനൂടെ പ്രോപ്പർലി ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പ്ലാനിലേക്ക് ഒരു കൺഫർമേഷനായി. സോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കൺഫർമേഷനാണ്. സോ കൺഫർമേഷന് ശേഷമാണ് നമ്മൾ ഇൻട്രാഡേയിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ അപ്പ് സൈഡിൽ. ഓക്കെ, സോ 15 മിനിറ്റിലേക്ക് നമ്മൾ വരുന്നു. പ്രോപ്പർലി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, സ്ട്രക്ചറിനെ മനസ്സിലാക്കണം. യെസ് ഫൈൻ. സോ ഇവിടെ പ്രോപ്പർലി നമുക്കൊരു ബ്രേക്ക് ഔട്ട് കാണാം. യെസ്, ഡൗൺ സൈഡിലേക്ക് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കാണാം. അപ്പോൾ എന്താണ്, സ്ട്രോങ് ആയിട്ടൊരു സപ്ലൈ ഉണ്ടല്ലേ മാർക്കറ്റിൽ. ഇവിടെ ഒരു ബ്രേക്ക് ചെയ്ത സമയത്ത് മാർക്കറ്റ് പുതിയ ലോ ക്രിയേറ്റ് ചെയ്തു. ലോ ഹൈ ഇവിടെ ഉണ്ടല്ലേ. ഇവനാണ് സ്ട്രോങ് ഹൈ. സോ ഇവനെ ബ്രേക്ക് ചെയ്താൽ എഗെയിൻ ട്രെൻഡ് റിവേഴ്സലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ കൺഫർമേഷൻ ഇവിടെയാണ്. ഫൈൻ. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, വന്നു ഇന്റേണലി മാർക്കറ്റ് മൂവ് ചെയ്യാണ്. സോ ഇവിടെ ഒരു കംപ്ലീറ്റ്ലി റേഞ്ചാണ് മാർക്കറ്റ് ഇവിടെ. അപ്പോൾ ഇവിടെ പ്രോപ്പർലി നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ട്രെൻഡ് ലൈൻ. സോ ഇതൊക്കെ എന്താണ്, സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണ്. സോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ലിക്വിഡിറ്റിനുള്ളിൽ ഇൻസൈഡ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ബൈ സൈഡ്, അപ്പ് സൈഡും ഡൗൺ സൈഡും. സോ നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത്. സെക്കൻഡ് മാർക്കറ്റ് ഈ ഒരു മൂവ്മെൻറ്റാണ്. യെസ്, അപ്പോൾ ഇത് പോസിബിൾ ആണോ എന്നുള്ളത്. ഇവിടെ എന്താ സംഭവിച്ചത്, ഈ കംപ്ലീറ്റ് ലിക്വിഡിറ്റീനെ ടേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഈ ഒരു ഇൻസൈഡ് കണ്ടീഷൻ, ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ്സുകളായിരിക്കും കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇത് നമ്മൾ പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാം. സോ നമ്മളവിടെ എന്താണ്, പ്രോപ്പർലി സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ്സോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ഇവിടെ എന്താ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ കംപ്ലീറ്റ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തതിന് ശേഷം അപ്പ് സൈഡിലേക്ക് പോകും. ഇവിടെ നിന്ന് കൺഫർമേഷൻ ഡൗൺ സൈഡിലേക്ക് വരും എന്നുള്ള കാരണം എന്താ, ഇവിടെ സപ്ലൈ ആണ് കംപ്ലീറ്റ്ലി സ്ട്രോങ്. സോ നമ്മൾ ഈ മൂവ്മെൻറ്റവും ഇതിന് മുമ്പ് തന്നെ നേരത്തെ മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കിയറിയാം, 10/7 നമ്മൾ ഇട്ടിട്ടുള്ളത്. എന്നാണ്, ഡിസംബർ 26. സോ അതൊക്കെ ലേണിംഗ് പർപ്പസ് മാത്രമാണ് നമ്മളിവിടെ ഇതിൽ ഈ കണ്ടീഷൻ. ഇതിനൊന്നും വെച്ച് ഒരിക്കലും നമ്മൾ ട്രേഡ് എക്സിക്യൂഷൻ പറയാം. കാരണം കുറച്ചും കൂടെ അഡ്വാൻസ് ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് എന്താണ് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഗ്രാബ് അറിയണം, അതിനുശേഷം മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസ് അറിയണം, വളരെ ലോ ടൈം ഫ്രെയിം 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ബിൽഡപ്സ് അറിയണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ട്രേഡ് ആക്കാൻ ഇവിടെ ശ്രമിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രോപ്പർലി മാർക്കറ്റ് ഉണ്ടോ, ബ്രേക്ക് ചെയ്തു, നെക്സ്റ്റ് ഡേ മാർക്കറ്റ് കംപ്ലീറ്റ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ നമ്മൾ മെയിൻലി നോക്കണ കാര്യം എന്താ, കൺഫർമേഷൻ. യെസ് ഫൈൻ.
ഇവിടെ കൺഫർമേഷൻ കിട്ടിയോ? യെസ്. ഈ ഒരു സപ്ലൈ സോണിനെ ആരാക്കി ബ്രേക്ക് ചെയ്തു. സ്റ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റിൽ കിട്ടി. കറന്റ് ആരാണ് കൺട്രോൾ ചെയ്യണേ? നമുക്ക് വേണ്ട ഒരു കൺട്രോൾ ഇവിടെ കിട്ടി, കൺഫർമേഷൻ ഇവിടെ കിട്ടി, കണ്ടോ? സോ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഡൗൺ സൈഡ് യെസ് എൻഡ് ചെയ്തു. സോ കറന്റ് മാർക്കറ്റ് ബുള്ളിഷ് കൺഫർമേഷൻ തന്നിട്ട് നിൽക്കുകയാണ്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് പ്ലാൻ ചെയ്യേണ്ടത് എന്താണ്? പ്രോപ്പർലി നെക്സ്റ്റ് അവൈലബിൾ ബൈയിങ് ലെവൽ. നമ്മളിവിടെ ട്രെൻഡ് റോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് സ്വിങ്. സോ ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ള എന്ത് ലോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം ഇവനാണ് ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അതിനുശേഷം ആണ് ഈ ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ലെവലിന് താഴെ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഗെയിൻ ബെയറിഷ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടെ ട്രെൻഡ് റോസ് ആയതുകൊണ്ട് നമുക്കൊരു കണ്ടിന്യൂഷൻ നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിം പ്ലാനിലേക്ക് കിട്ടിക്കുന്ന കണ്ടിന്യൂഷൻ ആണ്. സോ ഇതിന് നമുക്ക് വേണ്ടത് പ്രീമിയം ഡിസ്കൗണ്ട് അറിയാമെന്നുള്ളത്. ഈ ഹൈറ്റ് ലോ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്കിവിടെ കറക്റ്റ് പ്രീമിയം ഡിസ്കൗണ്ട് കാണാം. കാരണം ഇതെന്ന് പറഞ്ഞാൽ പ്രീമിയം പ്രൈസിലാണ്. സോ ഇവിടെ എപ്പോഴും സെല്ല് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബൈ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും ഇക്വിലിബ്രിയം ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും ഫസ്റ്റ് ബൈയിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത്. മനസ്സിലായോ? ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും ഫസ്റ്റ് ബൈയിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത്. സെക്കൻഡോ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡിമാൻഡിലേക്കായിരിക്കും. സോ നമുക്കവിടെ 2 പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാം. ഒന്ന് ഈ ഒരു പ്ലാൻ നമുക്ക് ഇരിക്കട്ടെ. ഇതേപോലെ മാർക്കറ്റ് കുത്തനെ വന്ന് മേളിലേക്ക് പോവല്ല. പ്രോപ്പർലി നമ്മൾ ഈ പറയുന്ന സിറ്റുവേഷനിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ ഒരു ലെവൽ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓബീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. സോ അതൊന്നും പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. നിങ്ങൾ എന്തായാലും ഇക്വിലിബ്രിയം ഫോക്കസ് ചെയ്യുക. ഇവിടേക്ക് മാർക്കറ്റ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ? കറക്റ്റീവായിട്ടല്ലേ? ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ഹൈ, ഇതൊക്കെ ഇന്റേണലി ഉള്ള മൂവ്മെന്റ് ആണ്. സോ എഗെയിൻ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഈ രീതിയിൽ ഇവിടെ ഒരു പ്രോപ്പർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യുക. ഡയറക്ഷനിലേക്കുള്ള മൂവ്മെന്റ് ആയിരിക്കും, നല്ലൊരു മൊമെന്റം വരാം. സോ ഇത് ആണ് എന്ത് ഇവിടുത്തെ പ്രോപ്പർ ആയിട്ടുള്ളൊരു കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ഫൈൻ. സോ ഇതാണ് ഫസ്റ്റ് കൺഫർമേഷൻ സോൺ 23,850. സോ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ ഇവിടെ നിന്ന് ഉണ്ടാവാം. എഗെയിൻ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? നെക്സ്റ്റ് കണ്ടീഷൻ ഇവിടെ നിന്ന് ഇവൻ കൺഫർമേഷൻ തന്നില്ല, എഗെയിൻ ഡൗൺ സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ ഈ റിയാക്ഷൻ ഉണ്ടാവാം. സോ നല്ലൊരു ട്രേഡ് ഡിമാൻഡ് സോണിലേക്ക് വന്നു കഴിഞ്ഞാലായിരിക്കും നമുക്ക് കിട്ടുക. ബട്ട് ഈ പറയുന്ന ഗ്യാപ്പ് മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ തന്നെ നിങ്ങൾ എടുക്കുക. ഇതൊരു നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എടുക്കുക. അപ്പോൾ ഇങ്ങോട്ട് ഡൗൺ സൈഡ് എൻട്രീസ് എടുക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം റിസ്ക് എൻട്രീസ് ആണ്. സോ അവിടെ നിങ്ങൾ റിസ്ക് കുറക്കാൻ ശ്രമിക്കുക. അപ്പ് സൈഡിലേക്കുള്ള എൻട്രീസ് ആണ് ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സ്. സോ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. ഫൈൻ. സോ ഇതാണ് പ്രോപ്പർലി ഉള്ള പ്ലാൻ. സോ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ കറന്റ് നമുക്ക് നെക്സ്റ്റ് ഡേ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഡേ പ്ലാൻ. പക്ഷെ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വീക്സിലേക്ക് നമുക്ക് നോക്കാനാണെങ്കിൽ ഈ ഒരു ലെവല് അഗെയിൻ ഇതൊക്കെ നമുക്ക് നോക്കാം. ഓൺ ഗോയിങ് ഞാനത് ഇപ്പം നമുക്ക് ഒരിക്കലും അത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓൺ ഗോയിങ് ഞാനത് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് പ്രോപ്പർ പ്ലാനും കാര്യങ്ങളും എടുക്കാം. നിങ്ങൾ അതിൽ എക്സിക്യൂഷൻസ് നോക്കി കൺഫർമേഷൻസ് ഒക്കെ ബയാസിലേക്ക് പ്രോപ്പർലി നോക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 15 മിനിറ്റിൻ്റെ പ്രോപ്പർ കണ്ടീഷനും പ്ലാൻസും എല്ലാവർക്കും മനസ്സിലാകുന്നതായിരിക്കും. നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി സിറ്റുവേഷനിൽ തന്നെ നമുക്ക് തുടങ്ങാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇവിടെ നിന്ന് മാർക്കറ്റ് പുഷ് ചെയ്തു. ഡെയിലി ടൈം ഫ്രെയിം എന്താണ്? ബുള്ളിഷ് അല്ലേ? നോക്കി ഡിമാൻഡ് ചെയ്യുന്ന ഇതാണ് ഡെയിലി പ്ലാൻ. യെസ്, ഇതാണ് ഡെയിലി പ്ലാൻ. സോ നമുക്ക് എന്ത് ചെയ്യാം? അപ്പ് സൈഡിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലേ? സോ വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം, ഓൺ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ അതിപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് അപ്പ് സൈഡിൽ തന്നെ നോക്കാനായിട്ടാണ് ഉള്ളത്. സോ എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഡിസിഷൻസ് മാറാം. കാരണം എന്താ, നമ്മൾ എടുക്കുന്ന കൺഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പ്രോപ്പർലി നമ്മളെ സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ പ്രോപ്പർലി എന്താണ്? BOCT അല്ലെ? ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി പ്രോപ്പർ സെയിം സിറ്റുവേഷൻ അല്ലേ? നോക്കി സപ്ലൈ യൂണിറ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ക്യാരക്ടർ ചേഞ്ച് അല്ലേ? യെസ്, കൺസോൾട്ടേഷൻ. യെസ്, ഫൈൻ. മാർക്കറ്റ് എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ, നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് കറന്റ്ലി മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ഡിസ്കൗണ്ട് നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ലെവലിലേക്ക്. സോ ഈ ഒരു ഇക്വിലിബ്രിയം സോണിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം എന്താണ് ചെയ്തത് കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു പ്രീമിയം സോൺ ആണ്. എഗെയിൻ ഇക്വിലിബ്രിയം സോണിലോ ഡിസ്കൗണ്ട് സോണിലാണ് വരിക. പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇതാണ് അല്ലേ?
സെക്കൻഡ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്താണ്. യെസ്, ബാങ്ക് നിഫ്റ്റി കറന്റ് മൂവ് ചെയ്തിട്ട് എന്ത് സിറ്റുവേഷൻ എന്താണ്, ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. യെസ് ഫൈൻ, ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഇവന് ഇതിനെ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് ഒരു ഹയർ ടൈം ഫ്രെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ നിങ്ങളൊരു പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്ലാൻ നമ്മൾ നോക്കിയിട്ട് കാര്യമുണ്ടോ, പറയാൻ പറ്റില്ല. ബാങ്ക് നിഫ്റ്റി എന്താണ് ഈ പറയുന്ന ലെവലിലേക്ക് എഗെയിൻ ഡൗൺ സൈഡിലേക്ക് വരാം. അതേപോലെ ഈ ഒരു ബേസ് ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ഈവൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു പ്ലാൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് കണ്ടിന്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് അതും അല്ലെങ്കിലോ മേജർ ആയിട്ടുള്ള സ്ട്രോങ് ലെവൽ എവിടെയാണ്, ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ള ലോ. അവൻ ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഹെഡ് ചെയ്യാം അല്ലേ. ഇവിടെയൊക്കെ പ്രോപ്പർലി ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഓൺ ഗോയിങ് അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം കാര്യമില്ല അല്ലേ. അപ്പോൾ കണ്ടീഷനിൽ മാർക്കറ്റ് എന്തോ ഒരു റേഞ്ചിലാണ്, മനസ്സിലായോ. അപ്പോൾ ലാസ്റ്റ് വീക്സിൽ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഇതെന്താ ഇവിടെയൊക്കെ റേഞ്ചാണ്, ഇത് കണ്ടിന്യൂഷൻ ഉണ്ടോ, ഇല്ല. ഇവിടെയൊക്കെ പ്രോപ്പർലി നമുക്ക് എക്സിക്യൂഷൻ കിട്ടിയത് എന്തുകൊണ്ടാണ്, കണ്ടിന്യൂഷൻ ഉണ്ട് മാർക്കറ്റിൽ. സോ കണ്ടിന്യൂഷൻ ഇല്ലാതെ ഒരു ഓപ്ഷൻ ബയർ മാർക്കറ്റിൽ എന്ത് ചെയ്തൊരു കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മാർക്കറ്റ് കണ്ടീഷൻ മനസ്സിലാക്കണം. റേഞ്ച് മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. സോ അവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, മനസ്സിലാവും. അപ്പോൾ പ്രോപ്പർലി അവിടെ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക എന്നുള്ളതും പ്രോപ്പർ പ്ലാൻ. ചിലപ്പോൾ പ്ലാൻസ് അവിടെ എന്താവില്ല, സ്റ്റോപ്പ് ലോസ് അണ്ട് ചെയ്യേണ്ട പ്ലാൻസ് അവിടെ എക്സിക്യൂട്ട് ആവില്ല. കാരണം എന്താണ്, സ്റ്റോപ്പ് ലോസ് നമ്മൾ ടേക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വൺ ഡയറക്ഷൻ മൂവ് ചെയ്ത് മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അത് ലോ ടൈം ഫ്രെയിമിലെ കേസാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ടൈം ഫ്രെയിമിലല്ല നമ്മൾ ട്രേഡ് ചെയ്യുക, ഇതിൻ്റെ ബയാസിലേക്ക് ലോ ടൈം ഫ്രെയിമാണ് ചെയ്യുക, മനസ്സിലായോ. സോ ഇതാണ് കാരണം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവൽ കേട്ടോ, നെക്സ്റ്റ് ഈ ഒരു ലെവലിൽ വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു LTF കൺഫർമേഷൻ, ലോ ടൈം ഫ്രെയിമിൻ്റെ ഒരു കൺഫർമേഷൻ എടുക്കാം. LTFിൻ്റെ നമുക്കൊരു കൺഫർമേഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം, മനസ്സിലായോ. അല്ലാതെ നമ്മൾ ഒരിക്കലും കയറിയിട്ട് കാര്യമില്ല. ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ മസ്റ്റാണ് ഇവിടെ. എന്നിട്ട് മാത്രം നമുക്ക് ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് പ്ലാൻ നോക്കാം. ബാങ്ക് നിഫ്റ്റി കറന്റ് ഉള്ള പ്ലാൻ ഇതാണ്. 15 മിനിറ്റ് സ്റ്റിൽ നമ്മൾ എന്താണ് ബുള്ളിഷ് ആണ് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി കറന്റ് സ്ട്രോങ് ആയിട്ട് ബൈയിങ് സ്റ്റാർട്ട് ചെയ്ത് കൺഫർമേഷൻ തന്നു നിൽക്കുകയാണ്. എങ്ങോട്ട്, ഡെയിലി പ്ലാനിലേക്ക്. ഓക്കെ, സോ ഡെയിലി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡെയിലി പ്ലാൻ. സോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് ചെയ്ത് നോക്കാം. ഇതിനു മുമ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾ എന്താക്കുക, സ്ട്രക്ചർ വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളുടെ പ്രീവിയസ് 2018 മുതലുള്ള അപ്ഡേറ്റ്സിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളുടെ എല്ലാ പ്ലാൻസും ഇത് കണ്ടോ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ടാർഗറ്റാണ്. കണ്ടോ, ഇവിടെ നിന്ന് ഈ ഒരു ലെവലിലേക്ക് വരുന്നത് ഹൈ ടൈം ഫ്രെയിം പ്ലാനാണ്. സോ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് എഗെയിൻ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. എല്ലാം നമ്മൾ ഇവിടെ എല്ലാം പറയുന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രോപ്പർലി ഈ എൻട്രി കിട്ടിയിട്ടില്ല. ഓക്കെ, സോ ഞാൻ അവിടെ എന്തുകൊണ്ട് നമ്മൾ എൻട്രി എടുത്തു, അതവിടെ എൻട്രി കിട്ടിയില്ല, എന്തൊക്കെയാണ് നിങ്ങളവിടെ ഫോളോ ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി HDFൻ്റെ പ്ലാൻ അപ്സൈഡ് ബയാസ്. ഇതിൻ്റെ അപ്സൈഡ് ബയാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്സൈഡ് ബയാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി കൺഫർമേഷൻ തന്നിട്ട് അപ്സൈഡിലേക്കാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ബയാസ് കൂടെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അപ്സൈഡ് പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ. അഗെയിൻ അതിൻ്റെ റീസൺസ് കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എല്ലാവരും നോക്കാം. സോ നിങ്ങളിതൊന്ന് എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും വരാം. ഒരു 1 hour ഇതിനു വേണ്ടി നിങ്ങൾ ഡെയിലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പോട്ടുള്ള ട്രേഡിംഗ് ജേണിയിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് കൊണ്ടുവരാം. സോ ഇതാണ് കറന്റ് നമ്മളുടെ വീക്ക്ലി അനാലിസിസ് എന്ന് പറഞ്ഞാൽ. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ കമൻറ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്.